എന്താണെന്നറിയില്ല കേട്ടോ, നല്ല തലവേദന പിന്നെ എൻ്റെ കൂടപ്പിറപ്പായതുകൊണ്ട് ഞാൻ പിന്നെ അതിന് കാര്യമാക്കാറില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും, ഭയങ്കര സ്നേഹമാണ് എന്നോട്. എന്ത് ചെയ്യാമെന്നറിയാതെ ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ലേറ്റായിട്ടൊരു കട്ടൻ ചായ വെച്ച് കുടിക്കാം, അപ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടേ. വയറിനറിയില്ലല്ലോ തലവേദനയാണെന്ന്. ഈ ചില്ലുകൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരിപ്പോടി മുട്ടപ്പച്ചിയൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ അങ്ങോട്ട് പോയി. എല്ലാം ഇരണ്ടെണ്ണം മേടിച്ചിട്ടോ. ഞാനൊരു മുളക് വെച്ച് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ, കാരണം പരിപ്പോടിയൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഗ്യാസ് കയറിയിട്ട് തലവേദന കൂടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതേ അമ്മ ഉണ്ട് ചക്കരക്കിഴങ്ങ് പുഴുക്കി വെച്ചിരിക്കണം, മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയട്ടോ നമ്മുടെ പാലക്കാട്. പിന്നെ അതെല്ലാം കഴിച്ചിട്ട് വേഗം റേഷൻ കടയ്ക്ക് പോയിട്ടോ. പച്ചരിയൊക്കെ തീർന്നുണ്ടായിരുന്നേ, ആകെ 4 കിലോനാ കിട്ടുന്നത്. എന്നാലും അത് പോയി മേടിച്ചിട്ട് വന്ന് മേലൊക്കെ കഴുകിയിട്ട് രാത്രിക്കുള്ള പരിപാടി കേട്ടോ, ഗോതമ്പ് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. നല്ല നുറുക്ക് ഗോതമ്പ് കഞ്ഞി കേട്ടോ. അത് ഇവിടെ പിള്ളേർക്കും അമ്മയ്ക്കും എല്ലാവരും കഴിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഒരു 3-4 വിസിലിട്ട് വെച്ചാൽ മതി. പിന്നെ നല്ല തേങ്ങ ചിരവിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് തിളപ്പിക്കുക, കഞ്ഞി റെഡി കേട്ടോ. അതിൻ്റെ കൂടെ വല്ല മാങ്ങച്ചാറോ മീൻ പൊരിച്ചതോ ഉണക്കമീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഗോതമ്പ് കഞ്ഞി വയ്ക്കും കേട്ടോ. പിന്നെ അതേ പഠിപ്പിക്കാൻ നിന്നു, അതിൻ്റെ ഇടയിൽ തുണി മടക്കൽ, ഇതൊക്കെ ഒരു പണിയാണല്ലോ. പഠിപ്പിക്കാൻ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടുപേരും കൂടെ സംസാരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവരെ പഠിപ്പിക്കാനിരിക്കുന്ന നേരത്തെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവരുടെ കൂടെ തന്നെ ഇരിക്കണം. അതിപ്പോൾ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പണ്ട് അമ്മ വരുന്നു എന്ന് പറഞ്ഞാൽ ഉറക്ക വായിക്കുന്ന ടീമാണ് ഞാനൊക്കെ. പിന്നെ കുഞ്ഞാറ്റ സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് കേട്ടോ അത് ഈ കാണുന്നത്. അതിൻ്റെ ഇടയിലുള്ളതേ ഞാൻ മീൻ പൊരിക്കാണ്ടായിരുന്നു കേട്ടോ. രാവിലെ മേടിച്ച മീനാണ്, കുട്ടി അയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നിട്ട് നന്നായിട്ട് മുളകൊക്കെ തേച്ചിട്ട് പൊരിച്ചു. അപ്പോൾ കഞ്ഞീൻ്റെ കൂടെ കുട്ടികൾക്ക് അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്താണ് എല്ലാവരുടെയും സ്പെഷ്യൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഗോതമ്പ് കഞ്ഞി സൂപ്പറാണ്, ഒന്ന് കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ.